ഒരിക്കലും വെളിപ്പെടാത്ത നിഗൂഢതകൾക്കിടയിലൂടെ അരിച്ചരിച്ചിറങ്ങുന്ന ഒരു കൈത്തിരിനാളം മാത്രമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യൻ നേടിയെടുക്കുന്ന നാമമാത്രമായ ഓരോ അറിവുകളും. പ്രപഞ്ചസത്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന നമ്മുടെ സ്വന്തം മനസ്സുപോലും നിഗൂഢതകളുടെ ആവാസകേന്ദ്രമാണ്. മനസ്സിന്റെ നിഗൂഢതകളിലേക്ക് ഊളിയിട്ടിറങ്ങിയ ആചാര്യന്മാർ പലരും ബോധോദയത്തിന്റെ ഒരു ജ്ഞാനകേന്ദ്രത്തിൽ എത്തിച്ചേർന്നതായി നാമൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. അറിയപ്പെടുന്ന അത്തരം ആചാര്യന്മാരിൽ സുപ്രധാന വ്യക്തിത്വമുള്ള ഒരു മഹത് വ്യക്തിയാണ് യേശു. അദ്ദേഹത്തെക്കുറിച്ച് എത്രയൊക്കെ അറിഞ്ഞാലും വീണ്ടും കൂടുതൽ അറിയാൻ ബാക്കിയാവുകയാണ്. യേശു ജനിക്കുന്നതിന് 500 വർഷം മുൻപ് ജനിച്ച ബുദ്ധനെക്കുറിച്ച് ഏറെ കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ യേശുവിനെക്കുറിച്ച് വളരെ കുറച്ചു മാത്രം അറിയാം. വളരെ കുറച്ചു മാത്രം. യുഗപ്രഭാവനായ ഈ മനുഷ്യപുത്രനെക്കുറിച്ച് ഇത്രയും അറിഞ്ഞാൽ പോരെ, ഇനിയും കൂടുതൽ അറിയണം എന്ന് ചിന്തിക്കുന്നവർക്കു വേണ്ടിയാണ് ഈ വീഡിയോ. ബൈബിളിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്ന കഥകൾക്ക് എതിരായി മറ്റൊരു കഥ സൃഷ്ടിക്കുക എന്ന യാതൊരു താൽപ്പര്യവും ഈ കഥാകാരൻ ഇല്ല എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. മറിച്ച് ബൈബിൾ തന്നെ പറഞ്ഞു വെക്കുന്ന ചില സൂചനകളിലൂടെ മനുഷ്യപുത്രനെ കൂടുതൽ വെളിവാക്കുക എന്ന ശ്രമകരമായ ഉദ്യമം മാത്രമാണ് നിർവഹിക്കപ്പെടാൻ പോകുന്നത്. യുഗപുരുഷനായ മനുഷ്യപുത്രന്റെ അറിയപ്പെടാത്ത ജീവിതത്തെ അനാവരണം ചെയ്യാനുള്ള ഈ ചെറിയ ഉദ്യമത്തോടുള്ള എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം. വാക്കുകളിലും പ്രവൃത്തികളിലും ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും ഇത്രമാത്രം നിഗൂഢതകളാൽ ആവരണം ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തിയുമില്ല. ദിവ്യശിശുവിന്റെ ജനനത്തെക്കുറിച്ച് ഗണിച്ചറിഞ്ഞ കിഴക്കിന്റെ ജ്ഞാനികൾ ശിശുവിനെ അന്വേഷിച്ച് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ എത്തുന്നതോടെ നമ്മുടെ കഥ തുടങ്ങുകയായി. അവർ ശിശുവിനെ വേറൊരിടത്തും അന്വേഷിക്കാതെ നേരിട്ട് രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ എത്തിച്ചേരാൻ എന്തായിരിക്കും കാരണം? വളരെ ചെറുപ്പകാലം മുതൽ കഥാകാരൻ സ്വയം ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഹെരോദോവ് എന്തുകൊണ്ടായിരിക്കും 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാത്രം കൊല്ലാൻ ഉത്തരവിടുന്നത്? ഇത് രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിക്കുമ്പോൾ വിദ്വാൻമാർ കിഴക്ക് ഭാരതത്തിൽ നിന്ന് എത്തിയവരും ബുദ്ധമതവിശ്വാസികളും ആയിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ബുദ്ധമതക്കാർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവർ ആണ്. ബുദ്ധൻ വീണ്ടും ജനിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ജ്യോതിർഗോളങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള സമാഗമം ബുദ്ധന്റെ പുനർജന്മത്തിന്റെ സൂചനയായി അവർ മനസ്സിലാക്കി. ബുദ്ധൻ ജനിച്ചത് രാജകൊട്ടാരത്തിലാണ്. അദ്ദേഹത്തിന്റെ പുനർജന്മവും ഏതെങ്കിലും ഒരു രാജകൊട്ടാരത്തിൽ ആയിരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ദിവ്യശിശുവിന്റെ ജന്മദേശം ഏതെന്ന് തിരിച്ചറിഞ്ഞ അവർ ദേശത്തിന്റെ രാജാവായ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ധൈര്യപൂർവ്വം കയറിച്ചെന്നതിന്റെ കാരണം ഇതൊക്കെ ആയിരിക്കാമെന്ന് ഊഹിക്കാം. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. നക്ഷത്രം വെളിവായ സമയം എന്നാണെന്ന് വിദ്വാൻമാരോട് ഹെരോദാവ് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ നക്ഷത്രം വെളിവായിട്ട് കുറെ കാലമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. തങ്ങൾ അന്വേഷിക്കുന്ന ശിശു കൊട്ടാരത്തിൽ ജനിച്ചിട്ടില്ല എന്ന് വിദ്വാൻമാർ മനസ്സിലാക്കി. മാത്രമല്ല ശിശുവിന്റെ ജനനം രാജാവിനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നതായും അവർക്ക് ബോധ്യമായി. തുടർന്നുള്ള അന്വേഷണത്തിൽ അവർ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ആ വിവരം രാജാവിനെ അറിയിക്കണം എന്ന കൽപ്പന അവർ പാലിച്ചില്ല. കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അവർ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു പോവുകയല്ല ചെയ്തത്. പകരം കുട്ടിയുടെ സംരക്ഷണം അവർ ഏറ്റെടുത്തു. ഒട്ടും സമയം പാഴാക്കാതെ ആ കുടുംബത്തെ മുഴുവനും അവർ ഈജിപ്തിലെത്തിച്ചു. ഈജിപ്തിലെ അലക്സാൻഡ്രിയ അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു ബുദ്ധമത കേന്ദ്രം ആയിരുന്നു. അക്കാലത്ത് ഏകദേശം 10 ലക്ഷം ജൂതന്മാർ ഈജിപ്തിൽ താമസിച്ചിരുന്നു. അലക്സാൻഡ്രിയയിൽ മാത്രം 2 ലക്ഷം. ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന യഹൂദർ അവരുടെ ജൂത് സമൂഹത്തിനു വേണ്ടി സിനഗോഗുകളും സ്കൂളുകളും എല്ലാം അവിടെ നിർമ്മിച്ചിരുന്നു. ചുരുക്കത്തിൽ കുട്ടിയുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈജിപ്തിൽ ഉണ്ടായിരുന്നു. അല്പം വൈകിയാണ് രാജാവിന് ചതി മനസ്സിലായത്. കുട്ടിയെ കണ്ടെത്തി കൊട്ടാരത്തിൽ വിവരം അറിയിച്ചുകൊള്ളാം എന്ന് രാജാവിന് വാക്കു കൊടുത്തുപോയ വിദ്വാൻമാർ ആ വാക്കു പാലിക്കാതെ രാജ്യം വിട്ടു. അതിനാൽ യഹൂദന്മാരുടെ രാജാവാകാൻ പോകുന്ന ആ ദിവ്യശിശു എവിടെയാണ് ജനിച്ചിട്ടുള്ളതെന്ന് സൂത്രത്തിൽ മനസ്സിലാക്കാൻ രാജാവിനായില്ല. നക്ഷത്രം വെളിവായ സമയവും അതിനുശേഷം വിദ്വാൻമാർ കിഴക്കുനിന്നും തന്റെ കൊട്ടാരം വരെ സഞ്ചരിച്ചെത്താൻ എടുത്ത കാലവും കണക്കാക്കിയപ്പോൾ കുട്ടിയുടെ പ്രായം ഏതാണ്ട് 2 വയസ്സിനടുത്ത് ആയിക്കാണുമെന്ന് ബുദ്ധിമാനായ ഹെരോദാവ് മനസ്സിലാക്കി. തനിക്കു ഭീഷണിയായ ആ ശിശു ഏതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതിരുന്നതിനാൽ ദേശത്തു ജനിച്ച 2 വയസ്സിൽ താഴെയുള്ള ശിശുക്കളെ മുഴുവൻ കൊന്നുകളയാൻ രാജാവ് ഉത്തരവിടാൻ ഇടയായ സാഹചര്യം ഇതാണ്.
എന്നാൽ ആ സമയം യേശുവും കുടുംബവും രാജ്യാതിർത്തി കടന്നു കഴിഞ്ഞിരുന്നു. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്നു ഹെരോദോവ് കണ്ടു വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബേത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളേച്ചു കൊല്ലിച്ചു. അടുത്ത ചോദ്യം: 12 വയസ്സുവരെ യേശു എവിടെ ആയിരുന്നു? എന്ത് ചെയ്യുകയായിരുന്നു എന്നതാണ്. അതിനുള്ള ഉത്തരം അടുത്ത എപ്പിസോഡിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക.